ലാലൻ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ലോഞ്ച് ചെയ്തു കേട്ടോ. അതിൽ ആദ്യത്തെ ടാസ്ക് കൊടുത്തിരുന്നു ഇന്നത്തെ എപ്പിസോഡിനകത്ത്. ലാലേട്ടൻ തന്നെ ഡിസൈൻ ചെയ്തൊരു ടാസ്ക് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. സംഭവം കൊള്ളാമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടാസ്ക് ആയിരുന്നു. അതിൽ ജയിച്ചത് ജാസ്മിൻ ആണ്. വെൽ പ്ലേഡ്. കള്ളക്കളി കളിച്ചില്ല എന്ന് പറയുകയേ ഇല്ല കേട്ടോ. ഒരു കൈ കൊണ്ട് കളിക്കേണ്ട ടാസ്ക് ജാസ്മിൻ 2 കൈ കൊണ്ട് കളിച്ചു. അത് പ്രോമോയിൽ കട്ട് ചെയ്യാതെ കാണിച്ചു, പക്ഷെ എപ്പിസോഡിൽ കട്ട് ചെയ്തു നല്ല ഒന്നാന്തരമായിട്ട്. എഡിറ്റർ ബ്രില്യൻസ് ആണ് കേട്ടോ അതൊക്കെ. അല്ല, ഈ ജാസ്മിനെ സേവ് ചെയ്യാൻ വേണ്ടി മാത്രം എന്തിനാണ് എഡിറ്റർ ഈ സൈസ് ഉടായ്പകൾ കാണിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഈ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ ജാസ്മിൻ ഇങ്ങനെ ഓരോ കള്ളത്തരം കാണിക്കുകയും ചെയ്യും. എഡിറ്റർ അത് കട്ട് ചെയ്ത് മെനക്കെടുകയാണ്. ഇത് കഴിഞ്ഞിട്ട് മുഖത്ത് നോക്കാതെ സംസാരിക്കുക എന്നൊരു ടാസ്കിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട്. ആക്ടിവിറ്റി ഏരിയയിൽ ഒരു കട്ടൻ ഉണ്ടാവും, അതിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് വരുന്ന സംസാരിക്കണം. അപ്പൊ നോറയും ജാസ്മിനുമാണ് ആദ്യം പോകുന്നത് അങ്ങോട്ട്. ഒരുമാതിരി കഥയില്ലൊരു ജീവിതം നിലവാരത്തിലുള്ള ഒരു പരിപാടിയായി പോയി. തീരെ പിടിച്ചില്ല. എന്റെ കൂടെ ഇരുന്ന് ഷോ കണ്ടുകൊണ്ടിരുന്ന എന്റെ ഒരു സുഹൃത്ത് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, ജാസ്മിനോ നോറയോ എന്താണ് ജിൻഡോയെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് കൊണ്ടുപോകാതിരുന്നത് എന്ന്. അപ്പൊ ഞാൻ എടുത്ത വായൊരു കാര്യം എന്ന് പറഞ്ഞു, ജിൻഡോയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ഗെയിം അവസാനിച്ചല്ലോ. പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഗെയിം ഇല്ലല്ലോ. ഇതിപ്പോ 2 റേഡിയോ ആണ്. സംസാരിച്ചൊരു തീരുമാനത്തിലെത്തി കോംപ്രമൈസ് ആവാൻ 2 പേരെ കൊണ്ട് പറ്റത്തില്ല. അതേസമയം തന്നെ സ്ക്രീൻ സ്പേസും ഉണ്ടാക്കാൻ കഴിയും. ഒരു വെടിക്ക് 2 പക്ഷി. അതാണ് നോറയും ജാസ്മിനും ആദ്യം പോകാൻ കാരണം.